ഒരു മിനിറ്റ് കൊണ്ട് ഗുഡ് ലോക്കിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. തീം പാർക്ക്, നമുക്ക് ഇഷ്ടമുള്ള തീംസ് ഇതിനകത്ത് കയറി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കീസ് കഫേ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിനകത്ത് നമുക്ക് കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കളർഫുൾ ആയിട്ട് ഇങ്ങനെ കാണും പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫെന്റാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എസ് പെന്നെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും മറ്റേ ഡാൻസ് കളിക്കുന്ന പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് നമുക്ക് ഹോം സ്ക്രീനിനകത്ത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇമോജിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് അതിന് ആനിമേഷനും കാര്യങ്ങളും 3D എഫക്റ്റിലൊക്കെ നമുക്ക് ചെയ്ത് ഇടാൻ പറ്റും. ലോക്ക് സ്റ്റാർ എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് ലോക്ക് സ്ക്രീനിനകത്ത് തന്നെ നമുക്ക് ഇവിടെ ക്ലോക്ക് വയ്ക്കും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലും അതുപോലെ ചെയ്യാൻ പറ്റും. നാവ് സ്റ്റാർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഒരു സാധനം കണ്ട ഇവിടെ ഈ കാണുന്ന നാവിഗേഷന്റെ ഈ ഒരു സാധനമൊക്കെ നമുക്ക് അവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനം കണ്ടാണ്ടാവും. അതിന്റെ ചെടിയൊക്കെ വെച്ചേക്കുന്നുണ്ട്. അതുപോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഹോം അപ്പ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് 1 ഇയറുടെ കറക്റ്റ് സാധനം നമുക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ക്ലോക്ക് ഫേസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ക്ലോക്ക് ഫേസ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്ക് ആപ്ലിക്കേഷനൊക്കെ ഇടാൻ ചെയ്തിട്ട് എഴുത്ത് മാത്രമായിട്ട് ഇടാൻ പറ്റും. എഡ്ജ് ലൈറ്റിംഗ് പ്ലസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ എഡ്ജ് ലൈറ്റിംഗ് പ്ലസ് എന്ന് പറഞ്ഞാൽ അത് മെസ്സേജ് പറഞ്ഞ സമയത്ത് ഒരു ആനിമേഷൻ പോലെ ഇങ്ങനെ ഒരു സംഭവം ഇതുപോലെ ഇങ്ങനെ വരില്ല. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആവത്തേ ഉള്ളൂ. ഇത്രയാണ് അപ്പം ആ ഒരു ഗുഡ് ലോക്കിനകത്ത്